മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രതാപൻ ഇത്രയധികം തല്ല് കിട്ടാനുള്ള കാരണം എന്താണെന്ന് മോഹിനിയമ്മ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അങ്ങനെ തൻ്റെ കുഞ്ഞിനെന്തെങ്കിലും പേരക്കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നുള്ള ടെൻഷനിൽ അനന്തുവിനെയും അതുപോലെ ലേഖയും മഹാലക്ഷ്മിയെയും കണ്ണനെയൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാറി മാറി സംസാരിക്കുന്നു. മോഹിനിയമ്മ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. അപ്പം മോഹിനിയമ്മയ്ക്ക് അവരുടെ വർത്തമാനത്തിൽ നിന്നും ഒരല്പം ആശ്വാസമൊക്കെ കിട്ടുന്നുണ്ട്. മോഹിനിക്ക് ഒരു കാര്യം ഉറപ്പാകുന്നു, മഹിക്കും അതുപോലെ വയറ്റിലുള്ളായിരുന്ന കുഞ്ഞിന് യാതൊരു ആപത്തും സംഭവിച്ചില്ല. മോഹിനിയമ്മ ഉണ്ടാക്കിയ പലഹാരത്തിലാണ് അവർ വിഷം കലർത്തി കൊടുത്തതെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ് മോഹിനിയമ്മയാണെങ്കിൽ ദേഷ്യത്തോട് ആ കാര്യം പറയുന്നു. അതായത് പ്രതാപനും മുത്തശ്ശിയും ഇയാളുടെ മോളൊന്നും ഒരു കാലത്ത് നന്നാവില്ല, അവർ നന്നാവുമെന്ന് പ്രതീക്ഷിച്ച നമുക്കാണ് തെറ്റുപറ്റിപ്പോയത്. ഇത്രയും ദുഷ്ട മനസ്സുണ്ടോ? ഒരു പിഞ്ചു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച അവരൊക്കെ ഒരു മനുഷ്യഗണത്തിൽ പോലും പെടുന്നില്ല എന്ന് പറയുന്ന സമയത്ത് എന്തായാലും അയാൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ മാർക്കോ നന്നായിട്ട് തല്ലി ശരിയാക്കിയിട്ടുണ്ട്. തോമസ് സാറിൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നും പറഞ്ഞ് പ്രതാപനാണെങ്കിൽ കരുണയോട് പറയുന്ന സമയത്ത് അച്ഛനല്ലേ ഇനി മേലെ അങ്ങോട്ടേക്ക് പോവില്ല, അവിടെ വെച്ച് പ്രേതത്തിനെങ്ങാണ്ട് കണ്ടെന്ന് പറഞ്ഞെന്ന് കരുണ ചോദിക്കുന്ന സമയത്ത് അത് അവളും അവനും എല്ലാവരും കൂടി ചേർന്ന് നടത്തിയ നാടകമല്ലേ, അയാൾ എന്തൊക്കെയോ മറയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അവൾക്ക് വയ്യായിക വന്നപ്പോൾ ആദ്യം തന്നെ കൊണ്ടുപോയി തോമസ് സാറിൻ്റെ ഹോസ്പിറ്റലിലേക്കാണെന്ന് പറയുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നു, അതിൽ ചില കാര്യങ്ങളുണ്ട് മോളെ. തോമസ് സാറിന് ആരോട് എന്ത് വിരോധമുണ്ടെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന പേഷ്യൻസിനോട് അത് കാണിക്കാറില്ല. പക്ഷേ പൊതുവേ കണ്ണനോടാണ് അടുപ്പം. മഹാലക്ഷ്മി കണ്ണനെ ചതിച്ചു എന്നുള്ള പേരിന് മഹാലക്ഷ്മിയോട് നല്ല വിരോധമുണ്ടെന്ന് പറയുമ്പോൾ പ്രതാപം പറയുന്നുണ്ട്, അവിടെ പോയെങ്കിൽ മാത്രമേ എൻ്റെ ശരീരത്തിന് ഒരല്പം ആശ്വാസം കിട്ടൂ. അവൻ തല്ലി ശരിയാക്കിയിട്ടുണ്ട്. എൻ്റെ കൊങ്ങായിക്ക് പിടിച്ചതുകൊണ്ടും ശരീരം ആകസകലം വേദനയാം. വാമദേവൻ അമ്മാവന് പോലും ഇപ്പോൾ എണീറ്റ് നടക്കാൻ കാരണം തോമസ് സാറിൻ്റെ ചികിത്സയാണെന്നും ഇനി ഒരിക്കലും എണീറ്റ് നടക്കാൻ പറ്റാത്ത കണ്ണന് പോലും കാൽവിരലുകൾ ചലിപ്പിക്കാൻ കാരണം തോമസ് സാറിൻ്റെ ചികിത്സയാണെന്നൊക്കെ പറയുമ്പം കരുണയ്ക്കാണെങ്കിൽ അത്രയ്ക്ക് താല്പര്യം വരുന്നില്ല. അപ്പോൾ പ്രതാപം പറയുന്നുണ്ട്, മഹിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് സ്വാഹയായി പോയോ ഇല്ലയോ എന്നറിയണമെങ്കിൽ പോലും തോമസ് സാറിൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോയെങ്കിലേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട് കരുണ സമ്മതിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ തല്ലുകൊണ്ട് അവശനായ പ്രതാപനെയും കൂട്ടി മുത്തശ്ശിയാണെങ്കിൽ തോമസ് സാറിൻ്റെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ലേഖയും മഹാലക്ഷ്മിയും പുറത്തേക്ക് വരുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവരാണെങ്കിൽ ഒരു കള്ളം പറയുന്നു. മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കി, അതായത് ഈ ഒരു പ്രശ്നം കാരണം കുഞ്ഞ് നഷ്ടമായി എന്നുള്ളൊരു കള്ളത്തരം ലേഖയാണെങ്കിൽ പ്രതാപനോട് പറയുന്നു. കാരണം പ്രതാപൻ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. വയ്യാണ്ടിരിക്കുന്ന മഹാലക്ഷ്മിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം ലേഖ അവരെ സന്തോഷിപ്പിക്കാനായിട്ട് ആ കള്ളത്തരം പറയുമ്പോൾ പ്രതാപനാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. താൻ എന്താണ് കേൾക്കാൻ ആഗ്രഹിച്ചത്, അതായത് പോലീസ് സ്റ്റേഷനിൽ തന്നെയും തൻ്റെ അമ്മയും കയറ്റിയ മഹാലക്ഷ്മിക്ക് ഇങ്ങനൊരു പ്രതികാരം വീട്ടണമെന്നുള്ള ആഗ്രഹം പ്രതാപനെ ഭയങ്കരമായിട്ട് ആശിപ്പിച്ചിരുന്നു. അത് തന്നെ നടന്നെന്ന് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാകുന്നു. വാവ് തുറന്നു ചിരിക്കുന്ന പ്രതാപനെ നോക്കി മഹിയാണെങ്കിൽ തൻ്റെ ദേഷ്യവും ആ ഒരു കലിയൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും അവരെ സന്തോഷിപ്പിച്ചതിന് ശേഷം റൂമിൽ വന്ന് മഹിയാണെങ്കിൽ കണ്ണനോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ കണ്ണനാണെങ്കിൽ മാർക്കോയോട് പറയുന്നുണ്ട്, എന്തായാലും അയാളും അയാളുടെ അമ്മയും കൂടി തോമസ് സാറിൻ്റെ ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. തല്ലുകൊണ്ട് അവശനായ അയാൾക്കൊന്ന് എണീറ്റ് നടക്കണമെങ്കിൽ ഇനിയൊന്ന് തിരുമി ശരിയാക്കിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുമ്പം അയാളെക്കായും സൂക്ഷിക്കണം അയാളുടെ അമ്മയെ. എന്തായാലും കുറച്ച് നാൾ മഹിയുടെ കുഞ്ഞ് നഷ്ടമായെന്നുള്ളൊരു നാടകം തുടരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ശത്രുക്കൾ ഇപ്പം തന്നെ എൻ്റെ കുഞ്ഞല്ല എന്നുള്ള കാര്യം അറിഞ്ഞിട്ട് പോലും മഹിയെ പിന്തുടർന്ന് വേട്ടയാടുന്നു. അപ്പോൾ ഇനി എൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നതെന്നുള്ള കാര്യം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? എന്നിരുന്നാൽ പോലും പ്രതാപനും അതുപോലെ മുത്തശ്ശിയും തോമസ് സാറിനെ കയറി കാണുന്നുണ്ട്. ആരോ ഇരുട്ടടി അടിച്ചതാണെന്നും തീരെ അവശനായ പ്രതാപനെ എങ്ങനെയെങ്കിലും സുഖപ്പെടുത്തി തരണമെന്ന് മുത്തശ്ശി പറയുന്ന സമയത്ത് തോമസ് സാറാണെങ്കിൽ പറയുന്നു, ഇയാളുടെ സ്വഭാവത്തിന് ഇരുട്ടടി കിട്ടിയില്ലെങ്കിലേ ഉള്ളൂ അതിശയം, പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല. അതെന്താ സാർ എന്തെങ്കിലും മനസ്സിൽ വെച്ച് പറയുന്നത് പോലെ എന്ന് മുത്തശ്ശി ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ല, ഇപ്പം ഞാനെന്ത് വേണമെന്നാണ് പറയുന്നത്, ഒന്ന് കിടത്തി ചികിത്സിപ്പിച്ചേ പറ്റുള്ളൂ മുത്തശ്ശി പറയുന്നുണ്ട്. അതേസമയം പ്രതാപൻ ചോദിക്കുന്നുണ്ട്, കണ്ണൻ്റെ ഭാര്യ മഹിയുടെ കുഞ്ഞ് നഷ്ടമായെന്ന് പറയുന്നു, സത്യമാണോ ഇതിരെ? അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. ഇയാളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ, ഇവിടെ വന്ന പേഷ്യൻസിൻ്റെ കാര്യങ്ങളൊക്കെ എന്തിനാ തിരക്കുന്നത്? എന്തായാലും തനിക്കുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞ് ജയപാലനെ കൂട്ടി ജയപാലൻ കാണിച്ചു തരുന്ന റൂമിലേക്ക് ചെല്ലാൻ തോമസ് സാറ് പറഞ്ഞു വിടുന്ന സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനോട് പറയുന്നു, ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു, ഇഷ്ടപ്പെടുവോ? അയാൾക്കിനി ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും
ഒന്നും പേടിക്കണ്ട, എന്തായാലും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നഷ്ടമായെന്നുള്ള കാര്യം അറിഞ്ഞല്ലോ, അത് തന്നെ മതി. ഇപ്പം തന്നെ ഈ സന്തോഷ വാർത്ത നമുക്ക് കരുണമോളെ വിളിച്ചറിയിക്കണം മോനെ എന്ന് പ്രതാപനോട് മുത്തശ്ശി പറയുന്നത് കേട്ടിട്ട് കരുണയാണെങ്കിൽ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. അതായത് മഹിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഇതോടെ തീർന്നു, ഇനി മോള് ഒന്നുകൊണ്ടും പേടിക്കണ്ട, കണ്ണനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് ഇനി സ്വത്തുക്കൾ എങ്ങനെയെങ്കിലും അവളുടെ പേരിൽ നിന്ന് സ്വന്തമാക്കിയാൽ മതി എന്ന് പറയുമ്പം കരുണയാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോടെ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം.